നാരായണ നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം ദ്വാദശോധ്യായം. ഓം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണേ ദ്വാദശസ്കന്ധേ അഥ ദ്വാദശോധ്യായ. സൂത ഉവാച. ഓം നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. മഹതേ ധർമായ നമഃ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മദേവനായിക്കൊണ്ട് നമസ്കാരം, ധർമ്മസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം, ധർമ്മത്തിന് നമസ്കാരം. വേധസേ കൃഷ്ണായ നമഃ. ലോകത്തിനെ ഇപ്രകാരത്തിൽ ഉണ്ടാക്കുക, നിയന്ത്രിക്കുക, അത് ചെയ്യുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ, എല്ലാ ബ്രാഹ്മണന്മാർക്കും എല്ലാ ഭക്തന്മാർക്കും ഭക്തേഭ്യോ നമഃ. സനാതനാൻ ധർമാൻ വക്ഷ്യേ, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള സനാതനധർമ്മങ്ങളെ, അതിൻ്റെ അർത്ഥം തന്നെ അതാണ്, എന്നും പുത്തനായിട്ട് നശിക്കാത്തതായിട്ടുള്ള ഭാവത്തിലുള്ള ആ ധർമ്മങ്ങളെ ഞാനിതാ ഇപ്പോൾ പറയാം. ഏതദ്വകഥിതം വിപ്ര വിഷ്ണോഹോ ചരിതമത്ഭുതം ഭവദ്ഭിര്യദഹം പൃഷ്ടോ നരാണാം പുരുഷോത്തമം. അല്ലയോ വിപ്രാഹ, സൂതൻ പറയാണ്, ശൗനകാദി മഹർഷിമാരെ, ഭവദ്ഭിഹി അഹം യത് പൃഷ്ട, നിങ്ങൾ എന്നോടിപ്പോൾ ചോദിച്ചില്ലേ, അത് നരാണാം, ഈ മനുഷ്യന്മാർക്ക് മുഴുവൻ, പുരുഷോചിതം, പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ, പുരുഷനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല സ്വതേ, എങ്കിലും ഇതിൽ ശരീരത്തോട് കൂടിയിട്ട് പ്രത്യേകിച്ച് മനുഷ്യഭാവത്തിൽ, അതായത് മനീഷയുള്ള ഭാവത്തിൽ, ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള ഭാവത്തിൽ അത് സിദ്ധിച്ചത്, അത് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അത്ഭുതം, അത് തന്നെ നമുക്ക് അത്ഭുതമാണ്. നമ്മളതിനുള്ള അർഹത കിട്ടിയിട്ട് അവരിക്കും ആ മട്ടാണ്. വിഷ്ണോഹോ യഥചരിതം. ഇനി അത് ഭഗവാന്റേതാണെങ്കിലോ, കൃഷ്ണൻ, രാമൻ, വാമനൻ, അങ്ങനെ സകല സ്വരൂപം സ്വീകരിച്ചു വന്നതായിട്ടുള്ള ഭഗവത് അവതാരാദി കഥകൾ, അത് നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു? വഹ കഥിതം, അത് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞു. പ്രഥമസ്കന്ധം തൊട്ട് ഈ ദ്വാദശസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായം വരെ ഈ ഭഗവാന്റെ ചരിതങ്ങളാണ് പറഞ്ഞത്, കഥകളാണ് പറഞ്ഞത്. അത് എത്ര ആശ്ചര്യം എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല, അത്രയും കൂടുതൽ. അപ്പം അത് ഭഗവാന്റെ ചരിതങ്ങളാണ്. ഭഗവാന്റെ ചരിതങ്ങൾ പറയുമ്പോൾ ഭക്തന്മാരുടെ ചരിതങ്ങൾ പറയും. നമ്മളും ഭക്തന്മാരാ, നമ്മുടെ കഥകൾ ഭാഗവതത്തിലുണ്ട് എന്ന് ഉറപ്പിക്കുക. ആ ഭക്തന്മാരാണ് നമ്മൾ, ഭഗവാന്റെ അനുഗ്രഹം നേടിയതായിട്ടുള്ള ഭക്തന്മാരാണ് നമ്മൾ എന്ന് നമ്മൾ ഒരു ഉറപ്പിച്ചിട്ട് വേണം, അതങ്ങനെ വിശ്വസിക്കണം. എന്നിട്ട് വേണം ഭഗവാന്റെ ഈ ഭക്താനുഗ്രഹ ലീലകളെ സ്മരിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഭവം, സ്വാനുഭവം നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഞാൻ ഇതുവരെ വർണ്ണിച്ചത്. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാം പതി. അത്ര ഈ ഭാഗവതത്തിൽ സർവപാപഹരഃ ഹരി, എല്ലാ പാപത്തെയും ഹരിക്കുന്നതായിട്ടുള്ള, ഇവിടെ പാപഹരഃ എന്ന് പറഞ്ഞത് പാപങ്ങളെ മാത്രമല്ല, മുക്തിക്ക് വേണ്ടിയിട്ട് പുണ്യങ്ങളെയും ഹരിക്കും ഭഗവാൻ. ഹൃഷീകേശനാണ്, ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനാണ്. ആ ഭഗവത്വം പൂർണ്ണമായിട്ടും അഷ്ടൈശ്വര്യവും ഭഗം 6 ഉള്ളതായിട്ടുള്ള ഭാവം. അങ്ങനെയുള്ള പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണൻ നാരായണൻ
നാരായണ സാത്വതാം പതി സാക്ഷാൽ ഹരി. സാത്വികരായിട്ടുള്ള സാധുക്കളുടെ, ഭക്തരുടെ എല്ലാവർക്കും അച്ഛനായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ആ ഭഗവാൻ ഹരി ഈ ഭാഗവതത്തിൽ അത്ര സങ്കീർത്തിത, നന്നായിട്ട് തന്നെ കീർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ആ ഭഗവാന്റെ ചെയ്തികൾ മുഴുവൻ കീർത്തിക്കപ്പെട്ടതാണ്, യശസ് ഭഗവാന് കൊടുക്കുന്നതാണ്. ആ ഭഗവാന്റെ യശസ്സാണ് നാം കേൾക്കുന്നത്. ഇപ്പം ലീലാവർണ്ണനം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ യശസ്സാണ്. അത്ര ബ്രഹ്മ പരം ഗുഹ്യം ജഗതപ്രഭവാപ്യം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ജഗതഃ പ്രഭവാപ്യയം, ഈ ലോകത്തിൻ്റെ പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവം. അതേപോലെ തന്നെ അതിൻ്റെ ലയത്തിന് എല്ലാം കാരണമാരാ? ഭഗവാനാണ്. എവിടെ നിൽക്കുന്നത്? ഭഗവാങ്കിലാണ്. എവിടേക്കാണ് ചെന്ന് ചേരേണ്ടത്? ഭഗവാങ്കിലാണ്. അത് വളരെ ഗുഹ്യമാണ്, ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പരംബ്രഹ്മ, അത് ഏറ്റവും വലിയ തത്വം. വിജ്ഞാന സംയുതം, ജ്ഞാനവും വിജ്ഞാനവും എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. വിജ്ഞാന സംയുതം ജ്ഞാനം. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം ഒന്നാവും, ഫലം മറ്റൊന്നാവും. ലക്ഷ്യവും ഫലവും വാച്യാർത്ഥത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ ശരിയെന്ന് തോന്നാം, ചിലപ്പോൾ വളരെ വ്യത്യാസമായിട്ട് വരും. ഇപ്പോൾ ഹിരണ്യകശിപുവിനെ വധിച്ചു, ഹിരണ്യകശിപുവിന് മുക്തിയാണ് കിട്ടിയത്. പ്രഹ്ലാദനെ രക്ഷിച്ചു, പ്രഹ്ലാദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുക. പ്രഹ്ലാദന് മുക്തനാണ്, ജീവൻ മുക്താവസ്ഥയിലാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്. അതിനെ നമ്മൾ നല്ലോണം അറിയുക തന്നെ വേണം. അതാണ് ജ്ഞാനവും വിജ്ഞാനവും കൂടി ചേരണം. അപ്പോഴാണ് തദുപാഖ്യാനം. അതിനെ മറ്റൊരു അഡീഷണൽ കഥയായിട്ട് പറയുമ്പോൾ അതേപോലത്തെയുള്ള ഭക്തന്മാരുടെ കഥകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നേരിട്ട് ഭഗവാൻ ഇടപെടാത്തതായിട്ടുള്ള കഥകളും ഭാഗവതത്തിലുണ്ട്. ഭഗവാൻ ഉള്ളതുണ്ട്, ഭഗവാൻ ഇല്ലാത്തതുണ്ട്. ഭക്തന്മാർ ഭഗവാനെ ആശ്രയിച്ചതായിട്ടുള്ള മഹാഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹത്തെ നേടിയത്, അങ്ങനെയുള്ള കഥകളും ഇതിലുണ്ട്. ഉപാഖ്യാനങ്ങളെന്ന് പറയുമ്പോൾ അതാ വരിക. അത്ര പ്രോക്തം, ഇതിൽ അത് പറഞ്ഞിരിക്കണു. അതുകൊണ്ട് ഭാഗവതം എന്നുള്ളത് ഭക്തന്മാരുടെയും കൂടി കഥയാണ്. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. ഭക്തിയോഗ, ഈ ഭക്തിയോഗം എന്നുള്ളത് തദാശ്രയം, അതിന് ആശ്രയമായിട്ടുള്ള, ഭഗവാനെ ആശ്രയമായിട്ടുള്ള, ഏതിന്? ഭഗവാങ്കൽ ലയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട്, വൈരാഗ്യം ച, വൈരാഗ്യത്തോടു കൂടിയിട്ട്, പാരീക്ഷിതം ഉപാഖ്യാനം, പരീക്ഷത്തിൻ്റെ ചരിത്രവും പറഞ്ഞു. അതായത് ഭാഗവതം കേട്ട ഒരു ഭക്തൻ്റെ കഥയാണ് പറഞ്ഞത്. ഭാഗവതം കേട്ടു മുക്തനായി എന്ന്. ഭാഗവത മഹാത്മ്യത്തിൽ മരിച്ചു പോയിട്ടുള്ള ഒരാളുടെ ജീവാത്മാവിനാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ട് മുക്തി നേടിയത്. ഭാഗവതത്തിലെ ആയപ്പോഴേക്കും അത് മരിക്കണതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഭക്തനെ ഭാഗവതം കേൾപ്പിച്ച് മരിക്കുന്നതിന് മുന്നേ മുക്തനായി തീർന്നു. അപമൃത്യു എന്ന ദോഷത്തെ ഇല്ലാണ്ടായി. അകാലമൃത്യു എന്ന കർമ്മ ബാക്കിയെ ഇല്ലാണ്ടാക്കി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അകാലമൃത്യു എന്നത് കർമ്മ ബാക്കി വരും, കാമബാക്കി വരും, അത് ഇല്ലാണ്ടാക്കി. പരിപൂർണ വൈരാഗ്യം, ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും കൂടി ചേർന്നാലാണ് മുക്തിക്ക് അർഹത കിട്ടുള്ളൂ. അത് കൊടുക്കാൻ പറ്റി ശ്രീ ശുകബ്രഹ്മർഷിക്ക്. അതാണ്. അപ്പോൾ പരീക്ഷത്ത് ഇനി സർപ്പം കടിച്ചിട്ടാണ് മരിക്കേണ്ടത്. അത് അപമൃത്യുവാണ്. ആ അപമൃത്യു ദോഷത്തെയും ഈ പരീക്ഷത്ത് എന്ന ജീവനെ ബാധിച്ചില്ല. വിഷ്ണുരാധൻ എന്ന പരീക്ഷത്തിന് പേരുണ്ട്. അത് ഗർഭത്തിൽ മാത്രമല്ല, അത് ജനിച്ചന്ന് മുതൽ, അല്ലെങ്കിൽ എപ്പോഴാണോ ഗർഭപ്രവേശം ചെയ്തത് അപ്പോൾ മുതൽ വിഷ്ണുരാധൻ തന്നെയാണ്. ഇപ്പോഴും വിഷ്ണുരാധനാണ്. കാരണം ഭഗവാങ്കൽ ലയിച്ച അവസ്ഥയാണ്. പാരീക്ഷിതം ഉപാഖ്യാനം നാരദാഖ്യാനമേ വെച്ച,
അതേപോലെ നാരദനെ പറ്റി പറയുന്നു. സമാഖ്യാത വേണ്ട പോലെ നന്നായിട്ട് തന്നെ പറയപ്പെട്ടു. പ്രായോപവേശോ രാജർഷേः വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത. അപ്പം ഈ ബ്രാഹ്മണ ശാപം അത് പരീക്ഷത്തിന് കിട്ടി എന്നാണ് സ്വതവേ ഇതിന് കാരണമായത്. ശമീക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ശൃംഗി ചെറിയ ഉണ്ണി അദ്ദേഹം ശപിച്ചു. ഈ വലിയ ഭൂമിയുടെ മുഴുവൻ അധികാരിയായിട്ടുള്ള പരീക്ഷിത് രാജാവ് ഈ 4 വാക്കിൻ്റെ മുമ്പിൽ 7-ാം ദിവസം ദർശകം കടിച്ച് അപമൃത്യു സംഭവിക്കട്ടെ, അതിൽ പെട്ടുപോയി. ബാക്കി എന്തുണ്ടായിട്ട് എന്തേ കാര്യം ഉണ്ടായി? അപ്പം രക്ഷിച്ചത് എങ്ങനെയാ? ഭഗവാൻ തന്നെ ശ്രീശുക ബ്രഹ്മർഷിയായി വന്ന് ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു എന്നത് വ്യാസൻ എഴുതി എന്നാണ് സത്യം. പക്ഷേ നമ്മൾ ഭാഗവതം എഴുതി, ഭാഗവതം അത് ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു, ആ ശ്രീശുക ബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് എന്നാണ് നമ്മൾ പറയാറ്. ഭാഗവതത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏത് ആദ്യമുണ്ടായി എന്ന ചോദ്യത്തിന് ഭാഗവത പ്രകാരം ഭാഗവതം ആദ്യമുണ്ടായി. ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതിനെ വ്യാസൻ എഴുതി എന്ന് ഒരു അപരോക്ഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് ചോദിച്ചാൽ മനസ്സില്ല. അങ്ങനെ വേണം അതിനെ ചിന്തിക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താ? വ്യാസം പറഞ്ഞു എന്ന് എവിടെയും കാണില്ല. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു എന്നാണ് വ്യാസൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന് വെച്ചാൽ വ്യാസൻ അത് പഠിപ്പിച്ചു, ശ്രീശുക ബ്രഹ്മർഷി അത് പറഞ്ഞു കൊടുത്തു, പരീക്ഷിത്ത് മുക്തനായി, പിന്നീട് അത് പുസ്തകമാക്കി എഴുതി വെച്ചു. അപ്പോൾ ദുർവ്യാഖ്യാനായി. നമുക്ക് കിട്ടിയ അറിവുകൾ മുഴുവനെ കർണികയ ആണ്. ചെവിയിലൂടെ, വായിലൂടെ പറഞ്ഞു, ചെവിയിലൂടെ കേട്ടു. അങ്ങനെയാണ് നമുക്കെല്ലാം കിട്ടിയത്. കേട്ടതിനെ പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഭാഗവതത്തിനാണ് പ്രാധാന്യം കൂടുതൽ. അത് ഉപദേശിക്കപ്പെട്ടതായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിക്കാണ്, അത് കേട്ടതായിട്ടുള്ള പരീക്ഷത്തിനാണ് പ്രാമുഖ്യം കൂടുതൽ. എഴുതിയതായിട്ടുള്ള വ്യാസനല്ല. അത് വ്യാസനും പറയുന്നുണ്ട്, ഭഗവാനും പറയുന്നുണ്ട്, വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഊന്നി പറഞ്ഞു എന്ന് മാത്രം. അതാണ് പ്രായോപവേശോ രാജർഷേः വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ബ്രാഹ്മണശാപം കാരണം കൊണ്ട് ഈ അടുത്ത ആഴ്ച മരിക്കും എന്ന ആ പരീക്ഷത്തിൻ്റെ ഇനി ഞാൻ മരണം വരെ ആഹാരം സ്വീകരിക്കുന്നില്ല എന്ന് നിശ്ചയിച്ചു. അപ്പോഴാണ് ഈ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി വന്ന് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത. അപ്പോൾ അഷ്ടാംഗയോഗാദികളെ ശീലിച്ചുകൊണ്ട് നവതാഭക്തിയോട് കൂടിയിട്ട് ഈ ജീവൻ്റെ പുണ്യം, അല്ലെങ്കിൽ ജീവൻ്റെ പുണ്യം ലേശം കുറവുണ്ടാവുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരണേ. പുണ്യലബ്ധിക്ക് വേണ്ടിയിട്ട്, മുക്തിക്ക് അർഹത കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള ആ സംവാദം, അത് ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ, വിരാട് പുരുഷനായിട്ട് അവതരിച്ച തൊട്ട് അതൊരവതാരമാണ്. നാരായണൻ അല്ലെങ്കിൽ അനന്തപത്മനാഭൻ അതൊരവതാരമാണ്. പിന്നെ താത്വികമായിട്ടുള്ള അവതാരം, അത് കഴിഞ്ഞ് ക്രമേണയായിട്ട് മറ്റവതാരങ്ങൾ, അതെല്ലാം പറയപ്പെട്ടത്. വിദുരോദ്ധവ സംവാദ ക്ഷത്ര മൈത്രേയോസ്തത പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. വിദുരമഹാശയനും ഉദ്ധവരും തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണം.
ബാലലീല തൊട്ട് യാദവ നാശം വരെ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലേക്ക് മറിഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശ്രീകൃഷ്ണ ചരിതം മുഴുവൻ. അത് വിതുര ഉദ്ധവ സംവാദം തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞു. പിന്നെ വിതുര മൈത്രേയമായിട്ട് സംവാദമായിട്ട് നമുക്ക് പുരാണത്തെ ഏറെക്കുറെ പറയപ്പെട്ടു. പിന്നീട് തഥ പ്രാകൃതിക സർഗ സപ്ത വൈകൃതികാശ്ചയേ തഥോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജ പുരുഷോയത. അപ്പം അതിനുശേഷം ഈ തമ്മിലുള്ള ചേർച്ചകൾ, അതായത് താത്വികമായിട്ടുള്ളതിനെ ഭഗവാൻ സൃഷ്ടിച്ചു, അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടിച്ചു 7 ലോകത്തെ, അതേപോലെ തന്നെ 7 അധോലോകത്തെ, പിന്നെ ഈ തത്വാദികളെ, അതിൻ്റെ വികാരങ്ങളെ, മായ, ബ്രഹ്മാണ്ഡ നിർമ്മിതി, അതിൽ നാനാത്വം ചേർക്കാൻ വേണ്ടി ത്രിഗുണങ്ങളെ ചേർത്തത്, ഇങ്ങനെ എല്ലാം കൂടി ചേർത്തായിട്ടുള്ള വിരാട് പുരുഷൻ, അതിനെ വിസ്തരിച്ച് മൈത്രേയ മഹർഷി പറഞ്ഞു. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭവ ഉദ്ധരണേ ഭോധിർഹിരണ്യാക്ഷവധോ യഥ. ഇതൊക്കെ സൃഷ്ടിപ്രകരണമാണ്. ആ സ്ഥൂലരൂപം, സൂക്ഷ്മരൂപം, അതിൻ്റെ അതാത് കാലത്ത് സംഭവിക്കുന്നു എന്ന കാലസ്വരൂപിയുടെ വിസ്താരം അതല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു സ്വഭാവം. ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉൽപ്പത്തി മുഴുവൻ സൃഷ്ടിപ്രകരണത്തിൽ ബ്രഹ്മാവിനാ ചെയ്യപ്പെട്ടത്. പിന്നെ സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ, കാരണജലത്തിൽ നിന്ന് അല്ലെങ്കിൽ രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചതായിട്ടുള്ള വരാഹ കഥ, ഹിരണ്യാക്ഷ വധം തൊട്ടുള്ള കഥകൾ. ഊർധ്വതിരഗവാക് സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീനരസ്യാഥ യഥസ്വായംഭുവോ മനു. അതേപോലെ ആകാശത്തിലും ഭൂമിയിലും പിന്നെ വിലങ്ങത്തിലും സഞ്ചരിക്കുന്നതായിട്ടുള്ള അവരുടെ എന്ന് വെച്ചാൽ ഭൂമിയിൽ വസിക്കുന്നവർ, ആകാശത്തിൽ വസിക്കുന്നവർ, ജലത്തിൽ വസിക്കുന്നവർ, ഉഭയം, ഇങ്ങനെയുള്ള മുഴുവൻ സൃഷ്ടിയും, പിന്നെ മഹാദേവനുണ്ടായതും, അതേപോലെ സ്വയംഭൂമനു ശതരൂപ ഉണ്ടായതും, ഇങ്ങനെ മനുഷ്യ ഉൽപ്പത്തി കൂടി പിന്നീട് പറയാൻ തുടങ്ങി. ശതരൂപാചയാ സ്ത്രീണാമാദ്യ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഹ. പിന്നെ ശതരൂപയായിട്ട് വന്ന ആ നാരീഭാവം ഈ പ്രകൃതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പരമ്പര വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ പാതിവ്രത്യത്തിനെക്കുറിച്ച്, പിന്നെ അവരുടെ മക്കളെക്കുറിച്ച്, അതിൽ ആദ്യമായിട്ട് കർദമ ദേവഹൂതി ചരിതം. അതിൽ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത. ഭഗവാൻ കപിലമൂർത്തി ജ്ഞാനകലാവതാരമായിട്ട് വന്നത്, അമ്മയ്ക്ക് കൊടുത്തതായിട്ട് ഉപദേശം. പിന്നെ നവബ്രഹ്മ സമുൽപത്തിർ ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീന പരിഹിഷ നാരദസ്യ ച സംവാദസ്തത പ്രയവ്രതം ദ്വിജാ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. കാപിലം എന്ന അതിബൃഹത്തായിട്ടുള്ള ഉപദേശം പറഞ്ഞതിൻ്റെ ശേഷം മരീചി തൊട്ടുള്ള പ്രജാപതിമാരുടെ ഈ വർദ്ധിച്ചതായിട്ടുള്ള പരമ്പര, അതിനുശേഷം ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പിന്നെ പ്രാചീന പരിഹിസനേതായിട്ടുള്ള കഥ, അതിനുശേഷം മരുതുൽപ്പത്തി, പ്രാചേസ മുക്തി, ഇതെല്ലാം അതിൽ പറയണം. പിന്നെ 5-ാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതൻ്റെ ചരിതം, നാഭി
നാഭിക്ക് മകനായിട്ട് ഋഷഭദേവനായിട്ട് ഭഗവാൻ അവതരിച്ചതായിട്ടുള്ള ചരിതം കൂടി പറഞ്ഞു. തതോ ദ്വീപ സമുദ്രാദ്രി വർഷനദ്യുപവർണ്ണനം ജ്യോതിശക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. അതിനുശേഷം ഭൂഗോള വർണ്ണനം. അപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ 14 ലോകങ്ങളുടെയും വർണ്ണനം. അതിനുശേഷം ദക്ഷജന്മ പ്രജേതോഭ്യസ്തൽ പുത്രീണാം ച സന്തതി യഥോ ദേവാസുരനരാ തിരനഗ ഖഗാദയ. പിന്നെ പ്രാചേതസ ദക്ഷൻ്റെ ചരിത്രം, അവരുടെ പുത്രിമാരിലൂടെ വർദ്ധിച്ചതായിട്ടുള്ള വംശം. ഭൂമി അതിൻ്റെ സൃഷ്ടി പരമകാഷ്ഠയിൽ എത്തിയത്. മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാവരും എത്തി. പിന്നെ പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ, അതൊക്കെ ആസുരവർഗം തൊട്ട് ദേവന്മാർ എല്ലാം വർദ്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ വിസ്തരിച്ചു. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേർദ്വിജ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. അതിനുശേഷം വൃത്രാസുര ജനനം, അതിനുശേഷം വൃത്രാസുര വധാദി കാര്യങ്ങൾ, ചിത്രകേതു ഉപാഖ്യാനം, മരുതുൽപ്പത്തി കഴിഞ്ഞതിൻ്റെ ശേഷം പ്രഹ്ലാദ ചരിതം പറയപ്പെട്ടു. മന്വന്തര അനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ വിഷ്ണോർഹയശിരാദയ. നരസിംഹാവതാരം പറഞ്ഞതിന് ശേഷം ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, അതേപോലെ വാമനാവതാരം, ഹയഗ്രീവാവതാരം, മത്സ്യാവതാരം, ഇങ്ങനെയുള്ള കഥകളെ പിന്നീട് പറയപ്പെട്ടു അഷ്ടമസ്കന്ധത്തിൽ. കൗർമ്മം ധാന്യന്തരം മത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമഥനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസാം. അതിനെ ഒന്നും കൂടിയും പറഞ്ഞു. പാലാഴിമഥനത്തിൽ കൂർമ്മരൂപിയായിട്ട് അവതരിച്ചത് മത്സ്യാവതാരം, ധന്വന്തരി അവതാരം, വാമനാവതാരം, ഇങ്ങനെയെല്ലാം വിസ്തരിച്ചു. പിന്നെ അമൃത് കടഞ്ഞ് ദേവന്മാർക്ക്, പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയത് ദേവന്മാർക്ക് കൊടുത്ത കഥ പറഞ്ഞു. ദേവാസുര മഹായുദ്ധം രാജവംശ അനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനം അത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശ അനുകഥനം ശശാദാദ്യ നൃഗാദയ. പിന്നെ ദേവന്മാർക്ക് അസുരന്മാർക്ക് തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം. പിന്നെ രാജവംശങ്ങളുടെ വർണ്ണനം, ഈ മനുവിൻ്റെ പുത്രന്മാർ, പിന്നെ ഇക്ഷ്വാകു മൂത്ത പുത്രനായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള വംശം, മഹാരാജാക്കന്മാർ, പിന്നെ ഇളാവൃതം, ആദ്യത്തെ മനുവിൻ്റെ ഉണ്ണി പെണ്ണായി പിറന്നു, ആണായി, പിന്നെ വീണ്ടും പെണ്ണായി, വീണ്ടും ആണായി, ഇങ്ങനെയുള്ള ചരിത്രം. സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ പറഞ്ഞു. അതിൽ ശശാദനം നൃഗനും ഒക്കെ വളരെ പ്രാധാന്യം. സൗകന്യം ചാഥശര്യാദേ കകുത്സസ്യ ച ധീമത കട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാപഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ. പിന്നെ ശര്യാദി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സുകന്യാചരിതം, സുകന്യാചവന ചരിതം. പിന്നെ കട്വാങ്കൻ്റെ മുക്തി, മാന്ധാതാവ്, സൗഭരി, സഗരൻ, ഇവരുടെയൊക്കെ ചരിത്രം. പിന്നെ ശ്രീരാമാവതാരം, നിമിയുടെ ചരിത്രം, അതിൽ പരശുരാമാവതാരം. പിന്നെ ജനകന്മാരുടെ, ഈ മിഥില രാജാക്കന്മാരുടെ ചരിത്രം. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാദേർനഹുഷസ്യ ച. പരശുരാമാവതാരം കുറച്ചും കൂടിയും വിസ്തരിച്ചു. അവിടെ ക്ഷത്രിയരെ 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ദുഷ്ടക്ഷത്രിയരെ മുഴുവൻ വധിച്ചു. ഭൂമി മുഴുവൻ ഭഗവാന്റേതാക്കി, പരശുരാമൻ്റേതാക്കി. പിന്നീട് അത് ദാനം ചെയ്യപ്പെട്ടു മഹർഷിമാർക്ക്, ബ്രാഹ്മണർക്ക്. പിന്നീട് ചന്ദ്രവംശത്തിലുണ്ടായിട്ടുള്ള പുരൂരവസ്, നഹുഷൻ, ഇവരുടെയൊക്കെ ചരിത്രത്തെ പറഞ്ഞു. ദൗഷന്തേർ ഭരതസ്യാപി ശന്തനോസ്തൽ സുതസ്യ ച യയാദേർ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത. പിന്നെ ദുഷ്യന്തൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ, ശാകുന്തളം കഥ. പിന്നെ ശന്തനു, അദ്ദേഹത്തിൻ്റെ ഗംഗാ പരിണയം, ഭീഷ്മരുണ്ടാവൽ, യയാദിയുടെ മൂത്ത പുത്രനായിട്ടുള്ള യാദവരുടെ വംശം. ഇങ്ങനെ നവമസ്കന്ധം വളരെ വിഖ്യാതമായിട്ട് പറഞ്ഞു. എത്ര അവതീർണോ ഭഗവാൻ കൃഷ്ണ അഖ്യോ ജഗദീശ്വര വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. ഇപ്പോൾ യയാദിയുടെ വംശം പറയുന്ന സമയത്ത് പൂരുവംശവും
ഈ പാണ്ഡവരുടെ വംശവും കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം യാദവ വംശത്തെ വിസ്തരിച്ചു. അതിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെ സ്വയം പരിപൂർണതമനായിട്ട് അവതരിച്ചതും വളരെ മുക്തിക്ക് അർഹതമായിട്ടുള്ള ലീലകളെ കാണിച്ചുകൊണ്ട് വളരെ വിസ്തരിച്ച് തൻ്റെ ആ ജീവിതത്തെ ഭഗവാൻ കാണിച്ചു, പഠിപ്പിച്ചു, ജീവിതം കൊണ്ട് പഠിപ്പിച്ചു എന്നീ പ്രകാരം പറഞ്ഞു. ദേവകി വസുദേവ പുത്രനായിട്ടാണ് ഭഗവാൻ ഗോകുലത്തിൽ വളർന്നു വന്നത്. നന്ദഗോപ യശോദ ഗോപികമാർക്ക് കണ്ണിലുണ്ണിയായിട്ട് ലോകത്തിന് മുഴുവൻ ഭഗവാനിലേക്ക് ശ്രദ്ധ കിട്ടുക എന്ന രീതിയിലുള്ള ലീലകളെ ചെയ്തു. തസ്യ കർമാണ്യ അപാരാണി കീർത്തിതാന്യ അസുരദ്വിഷ പൂതനാസു പയപ്പാനം ശകടോച്ചാരണം ശിശോഹോ. അപ്പോൾ ആ അസുരന്മാരെ സംഹരിക്കുക, അവർക്ക് മുക്തി കൊടുക്കുക, ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകൾ ദശമത്തിൽ 90 അധ്യായങ്ങളിലായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. അതിൽ നന്ന കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പൂതനയ്ക്ക് മുക്തി കൊടുത്തു. പിന്നെ ശകടാസുരൻ, തൃണാവർത്തൻ, ഭഗൻ, ധേനുകൻ, പ്രലംബൻ, ഇങ്ങനെ പലർക്കും മുക്തി കൊടുത്തു. തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോഹോ ധേനുകസ്യ സഹഭ്രാതോ പ്രലംബസ്യ ച സംശയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യ ഹേർമഹാഹേർനന്ദമോക്ഷണം. ഈ കള്ളവേഷം കെട്ടി വന്നതായിട്ടുള്ള വത്സാസുരൻ, അതേപോലെ അഘാസുര മുക്തി, പിന്നെ കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചത്, കാളിയ മർദ്ദനം എന്ന കഥ, അതേപോലെ നന്ദഗോപുരെ പെരുമ്പാമ്പ് ഒരു വിദ്യാധരൻ വന്നിട്ട് പിടിച്ചപ്പോൾ പെരുമ്പാമ്പിന് മുക്തി കൊടുത്തത്, വിദ്യാധരന് മുക്തി കൊടുത്തത്. കുറച്ച് ഒടുക്കാണ് പറയണത്. അപ്പോൾ തോന്നിയത് അപ്പോൾ കഥ തോന്നിയത് പറയാണ്. വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോ അച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം. അതിനുശേഷം ഈ ധനുമാസത്തിലെ തിരുവാതിരക്കുളി ഗോപികമാരുടെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭദ്രകാളി ഭജനം, അവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് മാനാഭിമാനത്തെ നിങ്ങൾ സാരമാക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചതായിട്ടുള്ള ആ ചരിത്രം, അതേപോലെ വസ്ത്രാപഹരണം എന്ന് അതിന് പേര്. പിന്നെ യജ്ഞപത്നിമാർക്ക് ഭഗവാൻ നേരിട്ട് അനുഗ്രഹം കൊടുത്ത് കർമ്മഠത്വത്തെ നിഷേധിച്ചതായിട്ടുള്ള രംഗം, ബ്രാഹ്മണർക്കുള്ള പശ്ചാത്താപം, ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേ രഥ യജ്ഞ അഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാചരാത്രിഷു. ഗോവർദ്ധനോദ്ധാരണം, രാസലീല തുടങ്ങിയ കാര്യങ്ങൾ, ഇന്ദ്രൻ്റെ അഹങ്കാരം തീർത്തത്, ശംഖചൂഡസ്യ ദുർബുദ്ധേർ വധോ അരിഷ്ടസ്യ കേശിന അക്രൂര ആഗമനം പശ്ചാത്പ്രസ്ഥാനം രാമകൃഷ്ണയോഹോ. ശംഖചൂഡവധം, അരിഷ്ടൻ, കേശി തുടങ്ങിയവരുടെ വധം, അതിനുശേഷം ഗോകുലത്തിലേക്കുള്ള യാത്ര. ഗോകുലത്തിലേക്ക് വെച്ചാൽ അവിടെ ഈ കംസവധാർത്ഥം എന്നർത്ഥം, മധുര രാജ്യത്തേക്ക് അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂര കംസാദീനാം ചയോവധാം. കൃഷ്ണൻ പോകുമ്പോൾ ഉണ്ടായ ആ ഗോപികളുടെ ദുഃഖം, അതേപോലെ മധുരാപട്ടണത്തിൽ പ്രവേശിച്ച് കോലിയാപീഠത്തിനും അതേപോലെ അഷ്ടമല്ലന്മാർക്കും കംസനും ഒക്കെ മുക്തി കൊടുത്തത്. മൃതസ്യ ആനയനം സൂനോ പുനഃ സാന്ദീപനേർ ഗുരോ മധുരായാന്ന് വസതോ യദുജഗ്രസിയൽ പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുധേന ഹരിണ ദ്വിജ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വധാം. പിന്നീട് സാന്ദീപനയുടെ അടുത്ത് പോയിട്ട്, ഇവിടെ ഉപനയനമൊക്കെ കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് 64 ദിവസം കൊണ്ട് വിദ്യ നേടി, പിന്നെ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിൻ്റെ മരിച്ചു പോയിട്ടുള്ള മകനെ യമധർമ്മരാജാവിൽ നിന്നും വാങ്ങി ഗുരുവിന് കൊടുക്കുന്നത്. പിന്നെ മധുരയിൽ വസിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത്രയും കൂടുതൽ ഇഷ്ടനായിരുന്നു ഭഗവാൻ എന്നതും, ജരാസന്ധൻ മാത്രം അനവധി തവണ ഭഗവാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് 17 വട്ടം അല്ലെങ്കിൽ 18 വട്ടം 23 അക്ഷൗഹിണി സൈന്യത്തോട് കൂടിയിട്ട് വന്ന് ദ്രോഹിച്ചത്.
ഖാദനം യവനേന്ദ്രസ്യ കുശസ്ഥല്യ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാത്. അതേ സമയത്ത് തന്നെ യവനം വന്ന് ആക്രമിച്ചപ്പോൾ യവനനെ മുചുകുന്ദനെ കൊണ്ട് വധിപ്പിച്ചത്, പിന്നെ ദ്വാരകയിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയിട്ട് വിശ്വകർമാവിനെ കൊണ്ട് കടലിൻ്റെ നടുക്ക് കുശസ്ഥലി എന്ന 100 യോജന വിസ്താരമുള്ളതായിട്ടുള്ള 9 ലക്ഷം കൊട്ടാരങ്ങളുള്ള അതിഗംഭീരമായിട്ടുള്ള ദേവലോകത്തിനേക്കാൾ കൂടുതൽ, സ്വർഗത്തേക്കാൾ കൂടുതൽ ഗോലോകത്തിനോ വൈകുണ്ഠത്തിനോ തുല്യമായിട്ടുള്ള ദ്വാരക നിർമ്മിച്ച് അതിലേക്ക് യോഗശക്തി കൊണ്ട് ഭഗവാൻ മധുരയിൽ നിന്ന് എല്ലാവരെയും മാറ്റി പാർപ്പിച്ചത്. അതിലൊരു സുധർമ്മ എന്ന സഭ പാരിജാത വൃക്ഷം തൊട്ടുള്ളൊക്കെ ദ്വാരകയിലേക്ക് എത്തിച്ചത്. പിന്നീട് രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യദ്വിഷദോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജഗ്രന്ഥനം. ശത്രുക്കളെയൊക്കെ ഒന്നങ്ങനെ തോൽപ്പിച്ചിട്ട് രുക്മിണിയെ കൊണ്ടുവന്നു, കല്യാണം കഴിച്ചു. പിന്നെ മക്കൾ, പേരക്കുട്ടികൾ. അതിൽ ഉഷ അനിരുദ്ധം എന്ന കഥ, ബാണനെ മഹാദേവൻ്റെ ഒരു വരത്തിൽ കുറച്ചിങ്ങനെ കുടുക്കി ബാണ്. അപ്പോൾ മഹാദേവനെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ജ്വരസ്തുതി വളരെ പ്രധാനം. പ്രാഗ് ജ്യോതിഷവതിം ഹത്വ കന്യാനാം ഹരണം ചയൽ ചൈത്യ പൗണ്ടകശാല്വാനാം ദന്തവക്ത്രസ്യ ദുർമതേ ശംബരോദ്വിധ പീഠോ മുര പഞ്ചജനാദയ മാഹാത്മ്യഞ്ച വധസ്തേഷാം വാരാണസ്യാശ്വദാഹനം. ഇപ്പോൾ ഭഗവാൻ 16,108 പത്നിമാരെ സ്വീകരിച്ചതും അവരിലൊക്കെ പുത്രന്മാരുണ്ടായതും പുത്രപൗത്ര പരമ്പരയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഈ പ്രാഗ്ജ്യോതിഷം എന്ന ആ രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള നരകാസുരനെ വധിച്ച് 16,100 കന്യകമാരെ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള കഥ. പിന്നെ ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാല്യൻ ഇങ്ങനെയുള്ളവരെ, അതുപോലെ ദന്തവക്രൻ, ശമ്പരൻ, ദ്വിവിധൻ, പീഠൻ, മുരൻ, പഞ്ചജനൻ, അവരുടെയൊക്കെ മുക്തി. പിന്നെ കാശി രാജാവിൻ്റെ അഹമ്മതി കാരണം കൊണ്ട് ആ രാജാവിനെ വധിച്ചു. പിന്നീട് അവിടെ സാത്വികത, കാശി രാജാവിൻ്റെ പുത്രനെ അവിടെ രാജാവായിട്ട് തീർത്തതിൻ്റെ ശേഷം മഹാദേവനും പാർവതിയും ഭഗവാനും ഉണ്ട് അവിടെ. അങ്ങനെ കാശിയെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമാക്കി തീർത്തു. ഭാരാവതരണം ഭൂമിർ നിമിത്തി കൃത്യ പാണ്ഡവാൻ വിപ്രശാപ അവദേശേന സംഹാര സ്വകുലസ്യ ച. പാണ്ഡവന്മാരെ നിമിത്തമാക്കിയിട്ട് ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടിയാക്കി. അപ്പോൾ അതും ഉണ്ടായി എന്നേ പറയിക്കും. ഏകദേശം 1000 കോടിയോളം ഈ ദുഷ്ടന്മാരെ വധിച്ച്, അത്രയും കൂടുതൽ. അപ്പോൾ അന്ന് ഏകദേശം ഒരു 3000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. പുരുഷന്മാരെയാണ് ഇത്രയും വധിച്ചു വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളൊക്കെ എങ്ങനെ പോയിണ്ടാവും? അപ്പോൾ ബാക്കിയുള്ള വംശം എത്ര വർദ്ധിച്ച് കിടക്കുന്നുണ്ടാവും? അപ്പോൾ ഒരു 4,500 കോടി ചുരുങ്ങിയത് ആ കാലത്തുണ്ട് എന്ന് സാരം. അപ്പോൾ അവരെ ഇതുപോലെ എല്ലാവരെയും നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു, വേണ്ട വിധത്തിൽ ചെയ്തു. മറ്റേ കുരുപാണ്ഡവ യുദ്ധത്തിൽ 18 അക്ഷൗഹിണി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും പോരാ, അതിനൊക്കെ എത്രയോ കൂടുതൽ ഭഗവാൻ വധമായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ദുഷ്ടത തീർക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ആര് ചെയ്തു എന്നുള്ളതല്ല, എല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്തത്. അത് മറ്റുള്ളവരെ ചെയ്യിക്കുക എന്ന രീതിയിൽ അവർക്ക് തോന്നിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അവരാണ് ചെയ്തതെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഈ യാദവ വംശത്തെ കൂടി ഭഗവാൻ ബ്രാഹ്മണശാപം എന്ന വ്യാജേന ഭൂമിയിൽ നിന്നും ഗോലോകത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ബുദ്ധോപദേശം തൊട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.